Hi everyone, welcome to Examigo Super Duper Classes. Yes, നമ്മളപ്പോൾ നിൽക്കുന്നത് ഏത് ചാപ്റ്ററിലാണ്? നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമെറിസം. അതെ, 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ കെമിസ്ട്രി ചാപ്റ്റർ ആയിട്ടുള്ള ഫസ്റ്റ് കെമിസ്ട്രി ചാപ്റ്റർ ആയിട്ടുള്ള നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമെറിസം എന്ന ചാപ്റ്ററിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ടോപ്പിക്ക് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അല്ലേ? ഫസ്റ്റ് ഡിസ്കസ് ചെയ്തല്ലേ? എന്താ ഡിസ്കസ് ചെയ്തത്? എങ്ങനെ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിന് നെയിം ചെയ്യാം എന്ന കാര്യം നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് പോയി ആ ക്ലാസ് കൂടെ കണ്ടിട്ട് വരിക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാവേ. അപ്പോൾ ഓൾറെഡി നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാം ഓർഗാനിക് കെമിസ്ട്രി. ഫസ്റ്റ് ഇതാണ്ട് ഈ പേജിൽ തന്നെയായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തതും. സോ ഫസ്റ്റ് ഇവിടെ ഓർഗാനിക് കെമിസ്ട്രി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ ഓർഗാനിക് കെമിസ്ട്രി ചോദിച്ചാൽ എല്ലാവരും പറഞ്ഞു തരുമല്ലോ. എന്താ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ദി സ്റ്റഡി ഓഫ് carbon and its compounds. So the branch of science that deals with the study of carbon and its compounds. ഓൾറെഡി പഠിച്ചതാണ് ഹൈഡ്രോകാർബൺസ് എന്ന് വെച്ചാൽ എന്താ? ഹൈഡ്രോകാർബൺസ് എന്ന് വെച്ചാൽ ഇതാ ഇവിടെ കിടപ്പുണ്ട് ഹൈഡ്രോകാർബൺസ് എന്ന് വെച്ചാൽ എന്താ? അതോ ഇത്തരത്തിലുള്ള കോമ്പൗണ്ടുകളാണ്. കാർബണും ഹൈഡ്രജനുള്ള കോമ്പൗണ്ട്സുകളാണ് ഹൈഡ്രോകാർബൺസ് എന്ന് വിളിക്കുന്നത് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച് തീർത്ത് വെച്ച ടോപ്പിക്കാണ്. യെസ് എല്ലാവർക്കും നല്ല രീതിയിൽ ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇനി മറ്റുള്ള കാര്യത്തിലേക്ക് പോകാം. ഹൈഡ്രോകാർബൺസ് പറഞ്ഞിട്ട് എൻ്റെ ഡെഫിനിഷൻ പറഞ്ഞില്ലല്ലോ സാറ്. എന്താ? ദി കോമ്പൗണ്ട്സ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ഹൈഡ്രജൻ ആൻഡ് കാർബൺ. ഓക്കെ, ക്ലിയർ. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, നെയിമിങ്ങിനെ കുറിച്ചൊരു പഠിച്ചതാണ്. നെയിം ചെയ്യുന്ന ആ ഒരു ഏജൻസി, ആ ഒരു ടീം, അതിന് ഓർമ്മയുണ്ടോ? IUPAC, ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. അവരാണ് ഇത്തരത്തിൽ മെത് പ്രൊപ്പ് ബ്യൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പേരിട്ട് തരുന്നത്. ഓക്കെ, ക്ലിയർ. അപ്പോൾ വേർഡ് റൂട്ടും കാര്യങ്ങളും എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് പുതിയൊരു ടോപ്പിക്കാണ്. ഈ ചാപ്റ്ററിനെ പ്രധാനമായിട്ടും 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ആ 3 ടോപ്പിക്ക് പഠിക്കണം. അതിൽ ഫസ്റ്റ് ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞു നോമൻക്ലേച്ചർ. സെക്കൻഡ് ടോപ്പിക് എന്ന് പറയുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. സോ നമുക്ക് പോവാം. സോ നമ്മൾ നോമൻക്ലേച്ചറൊക്കെ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ എക്സാമ്പിൾസ് ഹോംവർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അത് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, സോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പ് നമുക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരാം എന്നതാണ്. സോ നമ്മുടെ ടെക്സ്റ്റിൽ വളരെ വിശാലമായി ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്നാൽ 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് നമുക്ക് എക്സാമിന് എങ്ങനെ കൂടുതൽ മാർക്ക് വാങ്ങാം എന്ന നിലയ്ക്ക് നമ്മളിത് ഒരു സ്മാർട്ടായിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പുകളെ കുറിച്ചിട്ട്. സോ നമുക്ക് ഫങ്ഷണൽ ഗ്രൂപ്പുകളെ കുറിച്ചിട്ട് നന്നായിട്ട് അറിയേണ്ടതായിട്ടുണ്ട്. സോ നമുക്കിനി സമയം കളയേണ്ട, നമുക്ക് ഫങ്ഷണൽ ഗ്രൂപ്പിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലേ? സോ ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. സോ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ ആദ്യമായിട്ട് കുറച്ച് എക്സാമ്പിൾസ്, ഫങ്ഷണൽ ഗ്രൂപ്പുകളുടെ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ എല്ലാ മക്കളും ഈ സ്ക്രീനിലേക്ക് നോക്കുക. ഈ സ്ക്രീനിൽ കാണാൻ കഴിയുന്നുണ്ടോ? ഇവിടെ മീത്തൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു കോമ്പൗണ്ടിനെ കണ്ടോ? യെസ്, ആ മീത്തൈൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ടിലേക്ക് എല്ലാവരും ശ്രദ്ധിക്കുക. സോ മീത്തൈൻ എല്ലാവരും കണ്ടോ? ഇവിടെ മീത്തൈൻ എഴുതിയേക്കുന്നത്. മീത്തൈൻ എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ കാർബണിൽ 4 വാലൻസിയും സാറ്റിസ്ഫൈ ചെയ്ത് ഹൈഡ്രജനാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ? കാർബണിന് എന്ത് പ്രോപ്പർട്ടി ഉണ്ട്? ഇങ്ങനെ ലിങ്ക് ചെയ്ത് CH3 CH2 CH3 എന്നൊക്കെ പറഞ്ഞിട്ട് പോകാനുള്ള പ്രോപ്പർട്ടി ഉണ്ട്. പഠിച്ചിട്ടുണ്ടോ ആ ഒരു ടേം എന്താന്ന്? കാർബണിൻ്റെ എന്ത് പ്രോപ്പർട്ടിയാണ്? ചെയിനായിട്ട് പോകുന്ന കാറ്റിനേഷൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. സോ കാർബണിന് കാറ്റിനേഷൻ പ്രോപ്പർട്ടി അഥവാ ലിങ്കിങ് പ്രോപ്പർട്ടി ഉണ്ടെന്നൊക്കെ നമുക്കറിയാം. സോ ഇവിടെ അതൊന്നും അല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കാർബണിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടൊന്ന് പറഞ്ഞതാണ്. ഓക്കെ, ക്ലിയർ. നമുക്ക് പഠിക്കാനുള്ളത് മീത്തൈൻ. സോ ഇവിടെ മീത്തൈൻസ് കൊടുത്തിട്ടുണ്ട്. സോ എല്ലാവരും മീത്തൈൻസിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. മീത്തൈൻസിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കാർബണിനെ സറൗണ്ട് ചെയ്തിട്ട് പ്യുവറായിട്ട് 4 ഹൈഡ്രജൻ മാത്രമേ അവിടെ ഉള്ളൂ അല്ലേ? സോ ഇവിടെ നിന്നും ഈ മീത്തൈനിൽ നിന്നിട്ടാണ് നമ്മുടെ മെത്തനോൾ ഇൻവോൾവ് ചെയ്യുന്നത്. മെത്തനോൾ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ദാറ്റ് മീൻസ് കാർബണിലെ 4 വാലൻസി സാറ്റിസ്ഫൈ ചെയ്തിട്ട് 4 ഫ്രീ കാർബൺസ് ഉണ്ടായിരുന്നു. അതിലെ ഒരു കാർബൺ മാറിയിട്ട് OH വന്നു അല്ലേ? നമുക്ക് ഈ കോമ്പൗണ്ട് നോക്കുകയാണെങ്കിൽ ഈ എച്ചിന് പകരം റൈറ്റ് സൈഡിലുള്ള കോമ്പൗണ്ടിൽ മെത്തനോൾ അല്ലെങ്കിൽ OH എന്നാണ് വന്നേക്കുന്നത് അല്ലേ? അപ്പോൾ OH എന്ന് പറയുന്ന ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് അതിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. സോ ക്ലിയർ ആണല്ലോ. സോ OH എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്ന് കയറിയപ്പോൾ അവിടെ എന്ത് മാറ്റം ഉണ്ടായി? അയാളുടെ പേര് മാറി അല്ലേ? മെത്തനോൾ എന്നായിട്ട് മാറി. സോ അവിടെ എഴുതിയിട്ടുണ്ട്, ഒരു സെൻറ്റൻസ് താണ്ട് എഴുതിയിട്ടുണ്ട്. ഹിയർ മെത്തനോൾ. എന്താണ് മെത്തനോൾ എന്നാണ് ചോദിച്ചേക്കുന്നത്? മെത്തനോൾ എന്ന് വെച്ചാൽ മീൻസ് ഹൈഡ്രജൻ ആറ്റം റീപ്ലേസ്ഡ് ബൈ OH ഗ്രൂപ്പ്. സോ മീത്തൈനിൽ ഹൈഡ്രജൻ ആറ്റം റീപ്ലേസ് ചെയ്തിട്ട് OH ഗ്രൂപ്പ് വരുമ്പോൾ എന്ത് മാറ്റമാണ് അവിടെ സംഭവിക്കുന്നത്? സോ എന്ത് മാറ്റമാണ് അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ മീത്തൈൻ എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ട് ആയിരുന്നു, അത് മാറിയിട്ട് മെത്തനോൾ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടായിട്ട് മാറി. സോ നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിനെ എന്തുകൊണ്ടാണ് ഇവർ OH എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പാണ്. സോ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിനെ എന്തുകൊണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നു എന്ന് വെച്ചാൽ അവർക്ക് എന്തുണ്ട്? അവർക്ക് ചില പ്രത്യേകതകളുണ്ട്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. An organic compound determines the distinctive chemical and physical properties. സോ മനസ്സിലായല്ലോ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്താണെന്ന് വെച്ചാൽ
ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഇത്തരത്തിൽ ഇൻവോൾവ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിനെന്ത് പറ്റും? ആ ഒരു പർട്ടിക്കുലർ ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ ആ ഒരു കോമ്പൗണ്ടിന് എന്ത് ഫീച്ചർ വരും? അവർക്ക് ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള കെമിക്കൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് വരും. സോ ഒരു പർട്ടിക്കുലർ ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഇപ്പോൾ മെത്തനോൾ എന്ന് പറയുന്നത് ഒരു ആൽക്കഹോളാണ് അല്ലേ? പഠിച്ചോ? മെത്തനോൾ ഒരു ആൽക്കഹോൾ എന്ന് പറഞ്ഞ ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന ഒരാളാണ്. സോ മെത്തനോൾ ഞാൻ ഇത് വരച്ചു. സോ നെക്സ്റ്റ് ക്ലോറോമീഥെയിൻ ആണ് അല്ലേ? ക്ലോറോമീഥെയിൻ. സോ ക്ലോറോമീഥെയിൻ എന്ന് പറഞ്ഞാൽ അവിടെ ഹൈഡ്രജനിൽ മാറിയിട്ട് CH4 മീഥെയിനകത്ത് ഹൈഡ്രജൻ മാറിയിട്ട് അവിടെ എന്ത് വന്നു? ക്ലോറിൻ വന്നു. സോ ക്ലോറിൻ വന്നു. സോ ഒരു ഹാലജൻ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തു. ക്ലോറിൻ എന്ന് പറഞ്ഞാൽ ഒരു ഹാലജൻ ആണ്. എന്താണ് ഹാലജൻ? ഹാലജൻ എന്ന് പറഞ്ഞാൽ പീരിയോഡിക് ടേബിളിൽ 17ാമത്തെ ഗ്രൂപ്പിൽ, സെക്കൻഡ് ലാസ്റ്റ് ഗ്രൂപ്പിൽ വരുന്ന എലമെൻസിനെ ഹാലജൻസ് എന്ന് വിളിക്കുന്നത്. ഫ്ലോറിൻ ഉണ്ട്, ക്ലോറിൻ ഉണ്ട്, ബ്രോമിൻ ഉണ്ട്, അയഡിൻ ഉണ്ട്. സോ അതിൽ ക്ലോറിൻ വന്നിട്ടുണ്ട്. സോ ഹാലജൻ വന്നുകൊണ്ട് അതിനെ ക്ലോറോമീഥേൻ എന്ന് വിളിച്ചു. യെസ്, ക്ലോറോമീഥേൻ എന്ന് വിളിച്ചു. സോ അതും ഒരു ഫങ്ഷണൽ ഗ്രൂപ്പാണ്. ഹാലോ അൽക്കേൻ എന്നറിയപ്പെടുന്ന ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ആണത്. സോ ക്ലോറിൻ വന്നു, ഹാലജൻ വന്നിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പാണ്. സോ നമുക്കിവിടെ കുറച്ച് കോമ്പൗണ്ടുകൾ നമ്മുടെ ടെക്സ്റ്റിൽ നമുക്ക് തന്നേക്കാണ് ഒരു ഡെമോ പോലെ. ആ ഡെമോ പോലെ തന്നിട്ടുള്ളതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താ, ഇവരൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ്. അപ്പം ഫങ്ഷണൽ ഗ്രൂപ്പ് എപ്പോഴാണ് അയാൾ ക്രിയേറ്റീവ് ആവുന്നത്? ക്രിയേറ്റീവ് മീൻസ് ഡിസ്റ്റിങ്റ്റീവ് ആവുന്നത്. അതായത് അവർക്കൊരു പർട്ടിക്കുലർ പ്രോപ്പർട്ടി, അതായത് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് വിളിക്കാൻ കാരണം എന്താ? ഒരാൾ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് അതിലേക്ക് ഇൻവോൾവ് ചെയ്താൽ ആ ഒരു പർട്ടിക്കുലർ കോമ്പൗണ്ടിന് എന്ത് കിട്ടും? സ്പെഷ്യലായിട്ടുള്ള, അതിൻ്റെ മാത്രം പ്രിസൈസ് ആയിട്ടുള്ള, അതിന് മാത്രം ഉൾക്കൊള്ളുന്ന സ്പെഷ്യലായിട്ടുള്ള ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് കാണിക്കും. സോ അതാണ് നമ്മുടെ ഡെഫിനിഷനായിട്ട് നമുക്കിവിടെ പഠിക്കാനുള്ളത് ഫങ്ഷണൽ ഗ്രൂപ്പിനെ കുറിച്ചിട്ട്. എന്താ ഫങ്ഷണൽ ഗ്രൂപ്പിനെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്? ആൻ ആറ്റം ഓർ, എല്ലാവരും വായിച്ചേ, ആൻ ആറ്റം ഓർ എ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ബോണ്ടഡ് ടു കാർബൺ ആറ്റം ഇൻ ആൻ ഓർഗാനിക് കോമ്പൗണ്ട്. എന്താ, ഒരു ആറ്റമോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റമോ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ എന്ത് ചെയ്യും? കാർബണായിട്ട് ബോണ്ട് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? ആ ഒരു പർട്ടിക്കുലർ കോമ്പൗണ്ടിന് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള കെമിക്കൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ടാവും. സോ അതാണ് ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ്. സോ സച്ച് ടൈപ്പ് ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ ഗ്രൂപ്പ്സിന് പറയുന്ന പേരാണ് എന്ത്? ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സോ ഒന്നുകൂടെ എല്ലാവരും ഒന്ന് കെയർഫുള്ളായിട്ട് ശ്രദ്ധിച്ച് ഒന്നുകൂടെ വായിച്ചേ. ആൻ ആറ്റം ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റംസ്. സോ അതാണ് കാർബൺ ആറ്റവുമായിട്ട് ഓർഗാനിക് കോമ്പൗണ്ടിൽ ബോണ്ടിൽ ഏർപ്പെടാൻ പോകുന്നത്. അപ്പോൾ അയാൾക്ക് എന്ത് പ്രോപ്പർട്ടി കിട്ടും? ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള കെമിക്കൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് കിട്ടും. സോ ആ കാര്യം മാത്രമേ അവിടെ നിന്ന് പഠിക്കാനുള്ളൂ. അപ്പോൾ സച്ച് ടൈപ്പ് ആറ്റംസ് ഓർ ഗ്രൂപ്പ്സ്, അതാണല്ലോ കാർബണിലേക്ക് പോയി അറ്റാച്ച് ചെയ്യുന്നത്. സോ ആ ഗ്രൂപ്പിനെയോ ആ ഗ്രൂപ്പ് ഓഫ് ആറ്റംസിനെയോ നമ്മൾ എന്ത് വിളിക്കും? ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് വിളിക്കും. ഒരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞതാണ്ടേ നമ്മുടെ മെത്തനോൾ. എന്ത് ചെയ്യും? മെത്തനോൾ എന്ന് പറയുമ്പോഴത്തേക്ക് OH അവിടുത്തെ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പാണ്. ക്ലിയർ? OH ഒരു ഫങ്ഷണൽ ഗ്രൂപ്പാണ്. സോ അതുപോലെ ക്ലോറിൻ Cl വന്നു കാർബണിലേക്ക് ബോണ്ട് ചെയ്തു. സോ അത് അടുത്തൊരു ഫങ്ഷണൽ ഗ്രൂപ്പായി. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇത്തരത്തിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പുകളെ കുറിച്ചിട്ടാണ്. സോ എല്ലാ മക്കളും റെഡി അല്ലേ? എല്ലാവരും നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. എല്ലാ കാര്യങ്ങളും വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ച് മുമ്പോട്ട് പോകാം. സോ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു കഴിഞ്ഞു. ഒന്നുകൂടെ ഒന്ന് വായിച്ച എല്ലാവരും. ആൻ ആറ്റം ഓർ എ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ബോണ്ടഡ് ടു കാർബൺ ഇൻ ആൻ ഓർഗാനിക് കോമ്പൗണ്ട്. അപ്പോൾ അതിനെന്താ പ്രത്യേകത? determines the distinctive chemical and physical properties of that compound. Okay, such atoms or groups called functional groups. So അങ്ങനെയാണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത്. ഫങ്ഷണൽ ഗ്രൂപ്പുകളിൽ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ പഠിക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സോ നമ്മുടെ OH ആൽക്കഹോൾ അല്ലേ? അപ്പോൾ ആൽക്കഹോൾ എന്ന് പറയുന്ന ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കാർബൺ ആറ്റംസിലേക്ക് OH എന്ന് പറയുന്ന ആൾ ഇൻവോൾവ് ചെയ്ത് വരുമ്പോഴാണ്. കണ്ടോ? OH ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യുമ്പോഴാണ് നമ്മളതിനെ ആൽക്കഹോളായി എന്ന് പറയുന്നത്. സോ ക്ലിയർ? ആൽക്കഹോളിൻ്റെ പേര് നമ്മൾ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ആൽക്കഹോളിൻ്റെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. ആലിഫാറ്റിക് ഹൈഡ്രോ കാർബൺസ് വിത്ത് OH ഗ്രൂപ്പ് ഈസ് അറ്റാച്ച്ഡ് ടു ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പോൾ OH ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ടു ഫങ്ഷണൽ ഗ്രൂപ്പ്, അതിനെയാണ് ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്ത്? ആൽക്കഹോൾ ഗ്രൂപ്പ് എന്ന്. OH ഗ്രൂപ്പിനെ ആൽക്കഹോൾ ഗ്രൂപ്പ് എന്ന് വിളിക്കും. അവരുടെ മറ്റൊരു പേരാണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സോ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും ആൽക്കഹോളും തമ്മിലുള്ള വ്യത്യാസം എന്താ? UPSC നെയിം എഴുതുന്ന സമയത്ത് അവിടെ ഒരു വ്യത്യാസമുണ്ട്. സോ അത് നമുക്ക് പിറകാലെ ഡിസ്കസ് ചെയ്യാം. സോ തൽക്കാലം OH ഗ്രൂപ്പിനെ നമ്മൾ സാധാരണ രീതിയിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നു. അവർ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പിനെ ആൽക്കഹോൾ എന്നും വിളിക്കുന്നു. സോ OH ഗ്രൂപ്പ് ഇൻവോൾവ് ചെയ്തുള്ള നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പുകളുടെ നമ്മൾ പേരിടുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ IUPAC നെയിം എന്ന് പറയുന്നത് ആൽക്കനോൾ എന്നാണ് നമ്മൾ പേരിടുന്നത്. അപ്പോൾ നമ്മൾ ആൽക്കെയിൻസും ആൽക്കൈൻസും ഒക്കെ ഓൾറെഡി പേരിട്ട് വെച്ചിട്ടുണ്ടല്ലേ? സോ അതിൽ നമുക്ക് ഇപ്പോൾ OH വന്നപ്പോഴത്തേക്ക് നമുക്ക് എന്താ പറയാനുള്ളത്? ആൽക്കനോൾ എന്നാണ് വന്നത് അല്ലേ? ആൽക്കനോൾ. എല്ലാവരും ഈ ബോർഡിലേക്ക് ശ്രദ്ധിച്ചേ. ആൽക്കനോൾ എന്ന് ഗ്രൂപ്പ് വന്നപ്പോൾ കണ്ടോ? ആൽക്കനോൾ എന്ന് എപ്പോഴാണ് അതിന് പേര് വരുന്നത്? OH ഗ്രൂപ്പ് ആ ഒരു കോമ്പൗണ്ടിലേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോഴാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ആൽക്കനോൾ
ആൽക്കനോൾ. അപ്പോൾ ആ ഒരു പേരിലേക്ക് എല്ലാ വിദ്യാർത്ഥികളും തീർച്ചയായിട്ടും നല്ല രീതിയിലൊന്ന് നോക്കുക. ആൽക്കനോൾ കണ്ടോ? അപ്പോൾ ആൽക്കനോൾ, അപ്പം നമ്മൾ മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലോ വേർഡ് റൂട്ടിനെ കുറിച്ചിട്ട്. അപ്പോൾ ആൽക്കനോൾ വെച്ചിട്ട് ആദ്യത്തെ 5 കാർബൺ വരുന്ന ചെയിനുകളുടെ നോർമലായിട്ടുള്ള ചെയിനിൽ വരുമ്പോഴത്തേക്കുള്ള അതിൻ്റെ പേരുകളെന്ന് പറയാമോ? ദാറ്റ് മീൻസ് മെത്ത്, എത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻറ്റ്. സോ ആൽക്കനോൾ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ALK അല്ലേ, ആൽക്കനോൾ. അപ്പം മെത്തനോൾ, എത്തനോൾ, പ്രൊപ്പനോൾ, ബ്യൂട്ടനോൾ, പെൻറ്റനോൾ. യെസ്, കഴിഞ്ഞു. അത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൂ. സോ നമുക്കിനി അങ്ങനെയാണ് പേര് പോകുന്നത്. ആൽക്കനോൾ എന്ന് പറഞ്ഞിട്ടുള്ള പേര് മനസ്സിലാക്കി വെച്ചാൽ ബാക്കി കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്, നമുക്കിനി ആൽക്കഹോളിലെ അതിൻ്റെ പേരിട്ട് നോക്കാം. സോ ഫസ്റ്റ് കോമ്പൗണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് കോമ്പൗണ്ടിൽ ഒരു കാർബൺ ആണുള്ളത്. സോ ഇതിൻ്റെ പേരെന്താ? മെത്ത് അല്ലേ. വേർഡ് റൂട്ട് പഠിച്ചിട്ടില്ലേ? മെത്ത്, എത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻറ്റ്. ഒരു കാർബൺ ഉണ്ടെങ്കിൽ മെത്ത്, 2 കാർബൺ ഉണ്ടെങ്കിൽ എത്ത്, 3 കാർബൺ ഉണ്ടെങ്കിൽ പ്രൊപ്പ്, 4 കാർബൺ ഉണ്ടെങ്കിൽ ബ്യൂട്ട്, 5 ഉണ്ടെങ്കിൽ പെൻറ്റ്, 6 ഉണ്ടെങ്കിൽ ഹെക്സ് എന്ന് പറഞ്ഞിട്ട് പോകുമല്ലോ. അത് നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ് ഫസ്റ്റ് കാണുന്നവരാണ് വേർഡ് റൂട്ട് ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട്. വേർഡ് റൂട്ട് ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട്, കാണാൻ കഴിയുന്നുണ്ടല്ലോ അല്ലേ. കാർബണിൻ്റെ എണ്ണവും അതിനനുസരിച്ചുള്ള വേർഡ് റൂട്ടുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ് ഓർമ്മയില്ലെങ്കിൽ. ഓക്കെ, ഓർമ്മ ഉണ്ടാവുമല്ലോ, കഴിഞ്ഞ ക്ലാസ്സിൽ നന്നായിട്ട് പഠിച്ചല്ലേ. സോ നമുക്ക് ഈ ഒരു കോമ്പൗണ്ടിൻ്റെ പേരിടാം. ഈ ഒരു കോമ്പൗണ്ടിൽ ഒരു കാർബണാണ് ഉള്ളത്. സോ മെത്തനോൾ, മെത്തനോൾ പേരിട്ടല്ലോ. ഇനി അടുത്ത കോമ്പൗണ്ടിലേക്ക് വരാം. ഇവിടെ എന്ത്? OH ഉണ്ട്. സോ OH ഫങ്ഷണൽ ഗ്രൂപ്പ് ആയതുകൊണ്ടിട്ട് OHനോട് അടുത്ത കാർബണിന് 1 നമ്പർ ഇട്ടു. സോ അടുത്ത കാർബണിന് 2 നമ്പർ ഇട്ടു. സോ എന്താ? എത്തനോൾ, എത്തനോൾ. എത്തനോളാണ് എഡിബിൾ ആയിട്ടുള്ള. ഈ ആൾക്കാർ ബിവറേജിലൊക്കെ പോയി മദ്യമൊക്കെ കുടിക്കാറില്ലേ? സോ ആ വാങ്ങിക്കുന്നത് എത്തനോൾ എന്ന് പറഞ്ഞ സാധനമാണ് കേട്ടോ. അതിനകത്ത് ഈത്തയിൽ ആൽക്കഹോൾ എന്ന് അതിന് വിളിക്കുന്ന കോമൺ നെയിം എത്തനോൾ എന്നൊക്കെ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. സോ ഇനി അടുത്തത് OH ഇതാണ്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. OH അറ്റാച്ച് ചെയ്തിട്ടുള്ള ഫസ്റ്റ് കാർബൺ, സെക്കൻഡ് കാർബൺ, തേർഡ് കാർബൺ. അപ്പം 3 കാർബൺ അറ്റാച്ച് ചെയ്തിട്ടുള്ള OH. അപ്പം ഇതെന്താ? മെത്ത്, എത്, പ്രൊപ്പ്. അപ്പം പേര് പറഞ്ഞേ, പ്രൊപ്പനോൾ, പ്രൊപ്പനോൾ അല്ലെങ്കിൽ പ്രൊപ്പാൻ 1-ol എന്നും വിളിക്കും. ഫസ്റ്റ് പൊസിഷനിലല്ലേ ഈ OH വന്ന് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കോമ്പൗണ്ട്, രണ്ടാമത്തെ കോമ്പൗണ്ടിനെ എങ്ങനെ വിളിക്കും? എത്തനോൾ, ഈഥാൻ 1-ol എന്ന് വിളിക്കും. ഓക്കെ, അങ്ങനെ. ഇനി അടുത്ത 4ാമത്തെ എക്സാമ്പിൾ നോക്കിക്കുക. 4ാമത്തെ എക്സാമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ OH ഗ്രൂപ്പ് ഇതാണ്. OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് കാണാൻ കഴിയുന്നുണ്ടോ ഇത്? സോ 4ാമത്തെ കോമ്പൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് 2ാമത്തെ കാർബണിലാണ്, അല്ല നടുക്കുള്ള കാർബണിലാണ്. സോ നമുക്ക് കാർബൺ ചെയിൻ കിട്ടുമ്പോൾ ഇങ്ങനെ നമുക്ക് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നമ്പർ ഇട്ടാലും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്പർ ഇട്ടാലും 2ാമത്തെ പൊസിഷനിൽ തന്നെ OH വരുന്നത്. സോ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. 2 പൊസിഷനിൽ OH. സോ 2ാമത്തെ പൊസിഷനിൽ OH വരുന്ന കോമ്പൗണ്ടാണ്. അപ്പോൾ എങ്ങനെ പേരിടും? ഇപ്പോൾ ഓൾറെഡി നമുക്ക് കാർബണിൻ്റെ എണ്ണം വേർഡ് റൂട്ട് നോക്കാം. എത്, പ്രൊപ്പ് 3 എണ്ണം ഉണ്ടല്ലോ. സോ പ്രൊപ്പ്, പ്രൊപ്പാൻ, പ്രൊപ്പാൻ. ഈ പ്രൊപ്പാൻ എഴുതി എന്താ? ഈ ആൽക്കനോളിലെ ആൽക്കനോൾ, അതിനകത്ത് ഓയിൽ ഒഴികെയാണ് ബാക്കി സാധനങ്ങൾ അല്ലേ. പ്രൊപ്പാൻ, പ്രൊപ്പാൻ. ഇനി 2ാമത്തെ പൊസിഷനിലല്ലേ OH ഗ്രൂപ്പ് ഇരിക്കുന്നത്. സോ പ്രൊപ്പാൻ 2-ol എന്ന് വിളിക്കും. ക്ലിയർ ആണല്ലോ? പ്രൊപ്പാൻ 2-ol. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആൽക്കഹോളിൽ നിന്ന് പഠിക്കാനുള്ളൂ. ആൽക്കഹോൾ എന്ന ഫങ്ഷണൽ ഗ്രൂപ്പിനെ നമ്മുടെ മുമ്പിലേക്ക് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുമ്പോഴാണ് അതിനെ ആൽക്കഹോൾ എന്ന് വിളിക്കുന്നത്. സോ OH ഗ്രൂപ്പിനെ എന്ത് പേരിട്ടാണ് വിളിക്കുന്നത്? സോ ആ പേര് മറന്നുപോയോ? ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്നാണ് വിളിക്കുന്ന OH ഗ്രൂപ്പിനെ. ക്ലിയർ ആണോ? OH ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരെന്താ? ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. ഇനി IUPAC നെയിം എന്താ? UPSC നെയിം എന്താ? ആൽക്കഹോളിൻ്റെ ആൽക്കനോൾ എന്ന് വിളിക്കും. സോ മെത്തനോൾ, എഥനോൾ, പ്രൊപ്പനോൾ, ബ്യൂട്ടനോൾ, പെൻറ്റനോൾ, ഹെക്സനോൾ ഒക്കെ പറഞ്ഞ് അതങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. നമുക്ക് ഇത് നോട്ട് ചെയ്താൽ നമുക്ക് ഫുൾ മാർക്കും കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്, ഷുവർ. യെസ്. നമുക്കിനി അടുത്ത ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിലേക്ക് പോകാം. സോ അനദർ ഫങ്ഷണൽ ഗ്രൂപ്പ് കാർബോക്സിലിക് ഗ്രൂപ്പാണ്. കാർബോക്സിലിക് ഗ്രൂപ്പ് COOH കാർബോക്സിലിക് ആസിഡ് എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ടെക്സ്റ്റിൽ കാർബോക്സിൽ ഗ്രൂപ്പ് എന്നാണ് കൊടുത്തേക്കുന്നത്. കാർബോക്സിൽ ഗ്രൂപ്പ് എന്ന് വെച്ച് നമുക്കത് പഠിച്ചു വെക്കാം. ക്ലിയർ അല്ലേ മക്കളെ? അപ്പം നമുക്ക് പഠിക്കണ്ടേ? അപ്പം COOH, ഇവിടെ COOH എന്ന് എഴുതിയിട്ടുണ്ട്. ശരിക്കും അതിൻ്റെ എക്സാക്ട് ഫോമുല C ഡബിൾ ബോണ്ടോ സിംഗിൾ ബോണ്ട് OH എന്നാണ് കേട്ടോ. അത് ഇവിടെ പടമായിട്ടും കൊടുത്തിട്ടുണ്ട്. സോ C ഡബിൾ ബോണ്ടോ സിംഗിൾ ബോണ്ട് OH എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. സോ അത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എന്താ കാർബോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഓർഗാനിക് കോമ്പൗണ്ടിലേക്ക് COOH ഗ്രൂപ്പ് വരുമ്പോഴാണ് അതിനെ എന്ത് വിളിക്കുന്നത്? കാർബോക്സിൽ ഗ്രൂപ്പ് ഇൻവോൾവ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അതിനെ കാർബോക്സിലിക് ആസിഡ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. കാർബോക്സിലിക് ആസിഡ്. സോ എന്താ പറയുന്നത്? കാർബോക്സിലിക് ആസിഡ്. അപ്പോൾ COOH ഇൻവോൾവ് ചെയ്തതിന് ദി കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് COOH ഫോമുല അല്ലെ, COOH ഫങ്ഷണൽ ഗ്രൂപ്പ്. ദി കോമ്പൗണ്ട്സ് വിച്ച് കൺസിസ്റ്റ് ഓഫ് അല്ലെങ്കിൽ കണ്ടെയ്ൻസ് COOH ഫങ്ഷണൽ ഗ്രൂപ്പ്. അതിനെ വിളിക്കുന്ന പേരാണ് കാർബോക്സിൽ ഗ്രൂപ്പ് എന്നാണ് ആ ഫങ്ഷണൽ ഗ്രൂപ്പിന് പറയുന്നത്. സോ ഇത്തരത്തിൽ വരുന്ന COOH ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കാർബോക്സിലിക് ആസിഡ് എന്നാണ് ഒരു കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന ആ ഒരു പേര്.
സോ ക്ലിയർ. IUPAC നെയിം എന്ന് പറയുന്നത് അതിൻ്റെ ആൽക്കനോയിക് ആസിഡാണ്. ആൽക്കനോയിക് ആസിഡ് എന്ന് പറയുമ്പോൾ തുടങ്ങിക്കോ നമ്മുടെ വേർഡ് റൂട്ട് വെച്ചിട്ട് എന്താ ആൽക്കനോയിക് ആസിഡ്, മെത്തനോയിക് ആസിഡ്, എത്തനോയിക് ആസിഡ്, പ്രൊപ്പനോയിക് ആസിഡ്, പെൻറ്റനോയിക് ആസിഡ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പൊക്കോണ്ടിരിക്കും. സോ അവിടെ നമ്മളത് പഠിച്ചു കഴിഞ്ഞു. സോ ദിസ് ഇസ് വെരി വെരി സിമ്പിൾ. അപ്പോൾ ഈ IUPAC നെയിം എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ പഠിക്കുന്നതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ കോമൺ IUPAC നെയിം എങ്ങനെ പോകും എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. ആ പേര് മാത്രം പഠിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിതൊന്നും തെറ്റ് പോകാണ്ട് എഴുതാൻ പറ്റും. സോ IUPAC നെയിം എന്ന് പറയുന്നത് ആൽക്കനോയിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ്. അപ്പോൾ ആൽക്കനോയിക് ആസിഡ് മനസ്സിലങ്ങ് ഉറപ്പിച്ച് ആൽക്കനോയിക് ആസിഡ്, ആൽക്കനോയിക് ആസിഡ്, ആൽക്കനോയിക് ആസിഡ് കാണാതെ പഠിക്കരുത്. സോ അത് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല, മറന്നു പോകും. ഓർഗാനിക് കെമിസ്ട്രി അല്ലേ. ഓർഗാനിക് കെമിസ്ട്രിക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഒരുപാട് നമ്മൾ എഴുതി പഠിച്ചില്ലെങ്കിൽ പിന്നെ മറന്നു പോയിക്കൊണ്ടേയിരിക്കും. സോ അതുകൊണ്ട് നന്നായിട്ട് എഴുതി പഠിക്കുക. അതുകൊണ്ടായിരിക്കും മേ ബി ആദ്യത്തെ 2 ചാപ്റ്റർ ഓർഗാനിക് വെച്ചത്. നന്നായിട്ട് വർഷം തുടക്കം മുതലേ നിങ്ങളെ എഴുതി പഠിച്ചോട്ടെ എന്ന് വെച്ചായിരിക്കും. സോ മേ ബി നന്നായി എഴുതി പഠിക്കുക. സോ നമുക്ക് നോക്കാം IUPAC നെയിം. ഇതാ ഇവിടെ COOH ഇതായിരിക്കണം. ഒരു കോമ്പൗണ്ട് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് കോമ്പൗണ്ട് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് COOH, C ഡബിൾ ബോണ്ടോ സിംഗിൾ ബോണ്ടോ OH. അങ്ങനെ വന്ന OH ആണെന്ന് പറഞ്ഞിട്ട് ആൽക്കഹോളിൻ്റെ പേരെഴുതി വെക്കല്ലേ. C ഡബിൾ ബോണ്ടോ സിംഗിൾ ബോണ്ടോ OH എന്ന് പറഞ്ഞു വരിക. C ഡബിൾ ബോണ്ടോ, സിയിൽ നിന്ന് സിംഗിൾ ബോണ്ടോ OH അങ്ങനെ വരികയാണെങ്കിൽ അത് കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പാണ്. സോ കാർബോക്സിലാണ് ഇവിടുത്തെ കാർബോക്സിൽ ഗ്രൂപ്പാണ് അവിടെ കയറിയിരിക്കുന്നത്. സോ അവിടുത്തെ കാർബൺ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പിൽ തന്നെ ഒരു കാർബൺ ഉണ്ട്. ആ കാർബണിന് എപ്പോഴും 1 നമ്പർ കൊടുക്കുക. ഓക്കെ, എപ്പോഴും നല്ല ചില കേസുകൾ നടുക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേഞ്ച് ആവാൻ സാധ്യതയുണ്ട്. സോ ഇൻ ദിസ് കോമ്പൗണ്ട് ഇവിടെ COH വന്നു, അവിടുത്തെ കാർബണിന് ഫസ്റ്റ് കൊടുത്തു. സോ 2 കാർബൺ. അപ്പോൾ പേര് പറഞ്ഞേ 2 അല്ലേ. അപ്പം എത്തനോയിക് ആസിഡ് എന്ന് വിളിക്കാം. എത്തനോയിക് ആസിഡ് ACID ആണ്. സോറി, എൻ്റെ ഹാൻഡ് റൈറ്റിങ് കൊള്ളൂല, സാരമില്ല. അപ്പോൾ ഇനി സോ അത്രയേ ഉള്ളൂ കാർബോക്സിലിക് ആസിഡ്. അനദർ ഒരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ എന്താ, ഇപ്പം HCOH അതിന് പറയുന്ന പേര് മെത്തനോയിക് ആസിഡ് അല്ലെങ്കിൽ ഫോമിക് ആസിഡ് എന്നൊക്കെ വിളിക്കും കേട്ടോ. മെത്തനോയിക് ആസിഡ് എന്നാണ് IUPAC നെയിം. അപ്പോൾ നമ്മളിപ്പം എഴുതിയ ഫസ്റ്റ് നമ്പർ ഇട്ട് എഴുതിയൊരു കോമ്പൗണ്ട് ഇല്ലേ CH3COOH, അതിനെ എത്തനോയിക് ആസിഡ് എന്ന് വിളിക്കും. അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് അസറ്റിക് ആസിഡ്. നമ്മുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന വിനാഗിരി ഇല്ലേ, സോ വിനാഗിരി എന്ന് പറയുന്നത് അസറ്റിക് ആസിഡാണ്. സോ മറക്കത്തില്ലല്ലോ ഇനി. അപ്പോൾ വീട്ടിൽ ചെന്നിങ്ങനെ ചോദിക്കണം, ദിസ് ഈസ് എത്തനോയിക് ആസിഡ്. വാവ്. അപ്പോൾ എന്താ വിനാഗിരി, പച്ച മലയാളത്തിൽ വിനാഗിരി അല്ലേ. ഞങ്ങളുടെ ഭാഷയിൽ എന്താ പറയുക, ഞങ്ങളുടെ ഭാഷയിൽ അതിനെ എത്തനോയിക് ആസിഡ് എന്ന് വിളിക്കും. യെസ് അത്രേ ഉള്ളൂ. സോ ഞാൻ ഇതിനു മുമ്പ് ഇപ്പോൾ നമ്മൾ കാർബോക്സിൽ ഗ്രൂപ്പ് പഠിച്ചല്ലോ, ഇതിനു മുമ്പ് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, ഇപ്പോഴാണ് ഞാൻ ആലോചിച്ചത് കേട്ടോ. ഇവിടെ നമ്മുടെ ടെക്സ്റ്റിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ടെക്സ്റ്റിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്. ഈ 3ാമത്തെ 4ാമത്തെ എക്സാമ്പിൾ കണ്ടോ. ഈ 3ാമത്തെ 4ാമത്തെ എക്സാമ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഈ 3ാമത്തെ എക്സാമ്പിളിൽ എത്ര കാർബൺ ഉണ്ട്? 3 കാർബൺ ഉണ്ട് അല്ലേ. C3 ആണ് 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. C3 ഉണ്ട്. H എത്ര ഉണ്ട്? H 3 2 5 5 2 7 7 1 8 ഉണ്ട്. പിന്നെ ഒരു ഓക്സിജനും ഉണ്ട്. ഇനി നമ്മൾ 4ാമത്തെ കോമ്പൗണ്ടിലേക്ക് നോക്കുകയാണ്. 4ാമത്തെ കോമ്പൗണ്ടിൽ എത്ര കാർബൺ ഉണ്ട്? 1 2 3 കാർബൺ ഉണ്ട്. സോ അവിടെ C3 എന്ന് എഴുതി. ഇനി H എത്ര ഉണ്ട്? H ഒന്ന് എണ്ണി നോക്കേ. 3 3 4 4 5 5 6 7 8. അവിടെയും C3 H8 പിന്നെ ഒരു ഓക്സിജൻ ഉണ്ടല്ലോ എന്ന് എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ 3ാമത്തെയും 4ാമത്തെയും കോമ്പൗണ്ട് തന്നിട്ട് അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നമ്മുടെ പുസ്തകം നമ്മളോട് ഇങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട്. അതെന്താ അതിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ അവരുടെ മോളിക്കുലാർ ഫോർമുല സെയിം ആണ് അല്ലേ. മോളിക്കുലാർ ഫോർമുല സെയിം ആണ്, പക്ഷേ അതിൻ്റെ സ്ട്രക്ചർ ഡിഫറൻ്റ് ആണ് അല്ലേ. സോ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് അവസാനം ഐസോമറിസം എന്നുണ്ട്. സോ ഐസോമറിസത്തെക്കുറിച്ച് ഇത് 2 ശരിക്കും ഐസോമറുകളാണ്. സെയിം മോളിക്കുലാർ ഫോർമുലയും ഡിഫറൻറ്റ് സ്ട്രക്ചേഴ്സുമായിട്ടല്ലേ വരുന്നത്. സോ അതിൻ്റെ പൊസിഷൻ ഫങ്ഷണൽ ഗ്രൂപ്പ് ഒരെണ്ണം എൻഡിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നു, ഒന്ന് നടുക്ക് അറ്റാച്ച് ചെയ്യുന്നു. സോ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. സോ അത് ഇനി അവസാനം പഠിക്കാനുണ്ട് എന്ന രീതിയിൽ ഓൺലൈനുണ്ട്. നമ്മുടെ ടെക്സ്റ്റിലെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഇവർ 2 തമ്മിലുള്ള പ്രത്യേകത എന്താണെന്ന് കേട്ടോ. ഓക്കെ, അപ്പം കാർബോക്സിലിക് ഗ്രൂപ്പ് വന്നു. കാർബോക്സിലിക് ഗ്രൂപ്പ് വന്നിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. നമുക്കിനി അടുത്തതായിട്ട് പഠിക്കേണ്ടത് ആൽഡിഹൈഡ് ഗ്രൂപ്പാണ്. ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ പഠിച്ച എന്താ കാർബോക്സിലിക് ഗ്രൂപ്പ് അല്ലേ. അപ്പോൾ കാർബോക്സിലിക് ഗ്രൂപ്പിൻ്റെ IUPAC നെയിം എന്താ പറയൂ? ആൽക്കനോയിക് ആസിഡ്, മെത്തനോയിക് ആസിഡ്, എത്തനോയിക് ആസിഡ്, കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, നമുക്കടുത്ത ആൽഡിഹൈഡ് ഗ്രൂപ്പ് വന്നാൽ എന്താ? ആൽഡിഹൈഡ് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ CHO ഗ്രൂപ്പിനെയാണ് വിളിക്കുന്നത്. സോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും ചിലപ്പം. ഇവിടെ COOH എഴുതിയെങ്കിൽ COOH എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി തൊട്ട് താഴെ ഇവിടെ എന്താ CHO എന്ന് എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സാർ ഈ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ ഇവിടെ ഒരു ഹൈഫൻ പോലെ ഇങ്ങനൊരു സാധനം ഇട്ടിട്ടാണ് CHO എന്ന് എഴുതിയിരിക്കുന്നത്? സോ അതിന് ഉദ്ദേശിക്കുന്നത് അത് ഫങ്ഷൻ ഗ്രൂപ്പ് അല്ല എഴുതുമ്പോൾ അങ്ങനെ എഴുതുന്നത്. കാരണം ഇനി ഈ കാർബണിൽ CHO എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഓൾറെഡി ഉണ്ട്. ഈ കാർബണിൽ അടുത്ത് അറ്റാച്ച് ചെയ്യാനുള്ള ലിങ്കേജ് ആണ് ഈ ഉദ്ദേശിക്കുന്നത് കേട്ടോ.
സോ അങ്ങനെ എഴുതിയാൽ മാത്രമേ ഫങ്ഷണൽ ഗ്രൂപ്പ് കംപ്ലീറ്റ് ആവത്തുള്ളൂ എന്നാണ് ഹയർ സ്റ്റഡീസിൽ പറയുന്നത്. 10th സ്റ്റാൻഡേർഡിൽ അതുപോലെയൊക്കെ തന്നെ. നിങ്ങൾ വലിയ കുട്ടികളായില്ലേ? യെസ്. അപ്പോൾ അങ്ങനെ അപ്പോൾ അടുത്ത ആൽഡിഹൈഡ് ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. ആൽഡിഹൈഡ് ഗ്രൂപ്പിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് CHO എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ്. സോ അതിൻ്റെ നമുക്ക് പേര് നോക്കാം. IUPAC നെയിം ആൽക്കനാൽ. ആൽക്കനാൽ എന്നാണ്. എല്ലാവരും ശ്രദ്ധിച്ചേ, എന്താണ് അതിൻ്റെ പേര്? ആൽക്കനാൽ. സോ ആൽക്കനാൽ എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ. അപ്പോൾ ആൽക്കനാൽ എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്ക് എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഒരു CH3CHO അവിടെ കൊടുത്തിട്ടുണ്ട്. സോ അതിൻ്റെ പേരിടാൻ പോവാണ്. സോ പേരിടാൻ നേരത്ത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എവിടെ? യെസ്, CHOയിൽ തന്നെ കാർബൺ ഉണ്ട്. സോ നമുക്ക് ഫസ്റ്റ് കാർബണിന് ഫസ്റ്റ് എന്ന് നമ്പർ ഇട്ടു. സോ അടുത്ത സെക്കൻഡ് എന്ന് നമ്പർ ഇട്ടു. സോ ഏതൊരു ഓർഗാനിക് കോമ്പൗണ്ട് കിട്ടിക്കഴിഞ്ഞാലും അതിന് പേരിടണമെങ്കിൽ അല്ലെ അതിനെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യേണ്ട, ഫസ്റ്റ് സ്വീകരിക്കേണ്ട ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് കാർബൺ ചെയിന് നമ്പർ ഇടുക എന്നുള്ളതാണ്. ഏറ്റവും വലുത് കണ്ടുപിടിച്ചിട്ട് പ്രിസൈസ് ആയിട്ടുള്ള, അതിന് കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്പർ ഇട്ട് കൊടുക്കണം. യെസ്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. ഇനി നമുക്ക് അടുത്തായിട്ട് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ പേരിടുക എന്നുള്ളൊരു കാര്യമാണ്. ആൽഡിഹൈഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് IUPAC നെയിം എന്താ? ആൽക്കനാൽ. ആൽക്കനാൽ പറഞ്ഞേ. മെഥനാൽ, എഥനാൽ, പ്രൊപ്പനാൽ, ബ്യൂട്ടനാൽ, പെൻഡനാൽ, ഹെക്സനാൽ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകും. അപ്പോൾ എന്താ ശരിക്കും ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ കുറച്ച് ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അവരുടെ IUPAC നെയിം മാത്രം അറിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, ക്ലിയർ? സോ ദെൻ വി മൂവ്സ് ടു ഇതിൻ്റെ പേരിടണം. സോ 2 കാർബൺ ഉണ്ട്. സോ എഥനാൽ എന്ന് വിളിക്കും. എവിടെ എത്തിയിട്ടുണ്ട്? ഇൻ്റർവെല്ലിൽ എത്തിയിട്ടുണ്ട് അല്ലേ? സോ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഒരു ഇൻ്റർവെൽ സെഷൻ വെച്ചത് എന്ന് വെച്ചാൽ, നമ്മൾ ഇത്രയും നേരം പഠിച്ച ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്? ഒന്ന് ആൽക്കഹോൾ പഠിച്ചിട്ടുണ്ട്, പിന്നെ കാർബോക്സിലിക് ആസിഡ്, ആൽക്കനോയിക് ആസിഡ് പഠിച്ചിട്ടുണ്ട്. അടുത്തത് വേറെ എന്താ പഠിച്ചത്? ആൽഡിഹൈഡ് പഠിച്ചിട്ടുണ്ട്, ആൽക്കനാൽ പഠിച്ചിട്ടുണ്ട്. സോ ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അപ്പോൾ ഞാൻ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം, എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചതെന്ന്. സോ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത് ഈ 3 ടേമുകളൊന്നും അറിയുക എന്നുള്ളതേ ഉള്ളൂ. ആ ടേമുകൾ എന്താണെന്ന് ഞാനിവിടെ ഒന്ന് എഴുതട്ടെ. അതാണ്ട് നോക്കിക്കേ. ഇപ്പോൾ നമുക്ക് ഇവിടെ OHൻ്റെ IUPAC നെയിം എന്താ? പറഞ്ഞ OHൻ്റെ എന്താ? ആൽക്കനോൾ. അല്ലേ? അപ്പോൾ മെത്തനോൾ, എത്തനോൾ, പ്രൊപ്പനോൾ, ബ്യൂട്ടനോൾ, പെൻഡനോൾ എന്നൊക്കെ പറഞ്ഞു പോകും. അത് നമ്മൾ പഠിച്ചാണ് COOH. COH എന്ന് പറയുമ്പോൾ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ്. അപ്പോൾ അവരുടെ പേരെങ്ങനെ വരുന്നത്? മെത്തനോയിക് ആസിഡ്, എത്തനോയിക് ആസിഡ്, പ്രൊപ്പനോയിക് ആസിഡ്, പെൻഡനോയിക് ആസിഡ് എന്നൊക്കെ പറഞ്ഞു പോകും. സോ നമുക്ക് ജനറലായിട്ട് അറിയേണ്ട ടേം എന്താ? ആൽക്കനോയിക് ആസിഡ്. ആൽക്കനോയിക് ആസിഡ്. ഓക്കെ. അടുത്ത പഠിച്ച ഏതാ? CHO എന്താ? ആൽഡിഹൈഡ് ആണ്. അപ്പോൾ ആൽഡിഹൈഡിന് IUPAC നെയിം പ്രകാരം നമ്മൾ എങ്ങനെയാണ് പേരിട്ട് കൊടുക്കേണ്ടത്? ആൽക്കനാൽ എന്ന, അല്ലേ? ആൽക്കനാൽ. സോ ഈ 3 ടേമും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നത് നമ്മളൊന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഈ 3 ടേമും മനസ്സിലാക്കേണ്ടതുണ്ടോ? അതായത് നമ്മൾ ഇത്രയും നേരം നമ്മൾ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടാണ് സംസാരിച്ചത്. പക്ഷേ ഈ 3 പേരും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ 3 ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന കോമ്പൗണ്ട്സുകൾക്കും പേരിടാൻ പറ്റും. യെസ്, ഷുവർ. ഓക്കെ, റെഡി അല്ലേ? യെസ്, റെഡിയാണ്. നമുക്ക് ഇനി ഇതേപോലെ 3 ആൾക്കാരെയും കൂടെ പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. നമുക്ക് അവരെ ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നോക്കാം. സോ ആൽക്കനാൽ, ആൽഡിഹൈഡ് കഴിഞ്ഞു. സോ നെക്സ്റ്റ് കീറ്റോൺസ് ആണ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. സോ കീറ്റോ ഗ്രൂപ്പ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കി വെക്കുക, കീറ്റോൺ എന്നാൽ എന്താണ്? യെസ്, നമുക്കിവിടെ കാണാം കീറ്റോൺ. എന്താ ഇവിടുത്തെ പ്രത്യേകത? എന്താ കീറ്റോൺ എന്ന് പറഞ്ഞാൽ? ഇവിടെ C ഡബിൾ ബോണ്ടോ ആണ്, അല്ലേ? C ഡബിൾ ബോണ്ടോ ആണ് ഇവിടുത്തെ ഗ്രൂപ്പ് വരുന്നത്. പിന്നെ ബാക്കി 2 കാർബണിൻ്റെ വാലൻസികളും സാറ്റിസ്ഫൈ ചെയ്ത് 2 ലിങ്കേജ് കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കേജ് ഏതൊക്കെയാണ്? ഈ ഒരു ലിങ്കേജും കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു ലിങ്കേജും കൊടുത്തിട്ടുണ്ട്. സോ C ഡബിൾ ബോണ്ട് O. അതാണ് കീറ്റോ ഗ്രൂപ്പിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക, ദി കോമ്പൗണ്ട് കണ്ടെയ്നിങ് CO ഫങ്ഷണൽ ഗ്രൂപ്പ്, അതിന് പറയുന്നവരാണ് കീറ്റോ ഗ്രൂപ്പ് അല്ലെങ്കിൽ കീറ്റോൺസ്. CO ഗ്രൂപ്പിനെ കീറ്റോൺസ് എന്ന് വിളിക്കും, CO ഗ്രൂപ്പിനെ കീറ്റോ ഗ്രൂപ്പ് എന്ന് വിളിക്കും. സോ അത് വരുന്ന കോമ്പൗണ്ടുകളെ കീറ്റോണുകൾ എന്ന് വിളിക്കും. സോ ഇവിടെ ക്ലിയർ ആണല്ലോ, കീറ്റോ ഫങ്ഷണൽ ഗ്രൂപ്പ് C ഡബിൾ ബോണ്ട് O. മനസ്സിലായല്ലോ? ഇനി അവരുടെ നമുക്ക് മുമ്പ് പഠിച്ചതുപോലെ ഇവിടുത്തെ എന്താ അടുത്ത് അറിഞ്ഞിരിക്കേണ്ടത്? അവരുടെ IUPAC നെയിമിനെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. IUPAC നെയിമിനെ കുറിച്ച് നോക്കുമ്പോഴത്തേക്ക് എന്താ IUPAC നെയിമിൻ്റെ പേര്? ആൽക്കനോൺ. മനസ്സിലങ്ങ് പതിപ്പിക്കുക, ആൽക്കനോൺ. അപ്പം നമ്മുടെ മെത് പ്രൊപ്പ് ബ്യൂട്ട് വെച്ചിട്ടൊന്ന് പറഞ്ഞു നോക്കിക്കേ. മെത്തനോൺ, അല്ലേ? എത്തനോൺ, പ്രൊപ്പനോൺ, ബ്യൂട്ടനോൺ എന്നൊക്കെ ആ ഒരു രീതിയിലൊക്കെ നമുക്ക് പേരുകൾ വരാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് അതിലൊരു പ്രോബ്ലം, ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ആൽക്കനോണാണ് തന്നിട്ടുള്ളത്. സോ ഈ ആൽക്കനോൺ വെച്ചിട്ട് നമുക്ക് ഈ കോമ്പൗണ്ടിന് എങ്ങനെ പേരിടാം? സോ പേരിടാൻ നോക്കുമ്പം ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ കൊടുത്തേക്കുന്ന എക്സാമ്പിൾസാണ് ഞാൻ എല്ലാം യൂസ് ചെയ്യുന്നത്. സോ ടെക്സ്റ്റ് എങ്ങനെയാണോ ആ സച്ച് അതേപോലെ തന്നെയാണ് നമ്മുടെ ക്ലാസ്സും പോകുന്നത്. സോ SCERT ബേസ്ഡ് തന്നെയാണ്.
സോ ഇതാണ് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഫങ്ഷണൽ ഗ്രൂപ്പിന് ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞതുപോലെ ചെറിയ നമ്പർ കിട്ടണം അല്ലേ, ചെറിയ നമ്പർ കിട്ടണം. സോ ഇവിടെ 1 2 3 4 നാലാമത്തെ കാർബൺ, 5ാമത്തെ കാർബൺ, അങ്ങനെ പേരിട്ടു. തൊട്ട് താഴെയും പേരിട്ടിട്ടുണ്ട്. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ നോക്കേണ്ട എത്ര ഇതിൻ്റെ വേർഡ് റൂട്ട് എത്രയാണ്? മെത്, എത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻറ്റ്. 5 കാർബൺ ഉണ്ടായിട്ട് പെൻറ്റാണ് അല്ലേ. ഇനി പെൻറ്റ് വന്നിട്ടുണ്ട്, ആൽക്കനോൺ എന്നാണ് പേര്, 2ാമത്തെ പൊസിഷനിലാണ് CO ഗ്രൂപ്പ് ഉള്ളത്. സോ അത്രയും കാര്യങ്ങൾ മാത്രം അവിടെ നിന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഇതിൻ്റെ പേരിടാൻ പറ്റും. ഇനി ആൽക്കനോൺ എന്ന് പറഞ്ഞാൽ പേരിലേക്ക് മാത്രം നോക്കിയാൽ മതി. അപ്പം മെത്, എത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻറ്റ് അല്ലേ. പെൻറ്റാൻ, പിന്നെ എത്രാമത്തെ പൊസിഷനിലാണ് CO ഗ്രൂപ്പ് വന്നേക്കുന്നത്? 2ാമത്തെ പൊസിഷനിൽ പെൻറ്റാൻ 2ONe. ഞാൻ ഈ 2ാമത്തെ പൊസിഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയോ? 1 2 2ാമത്തെ പൊസിഷനിലാണ് ഈ CO ഉൾപ്പെടുന്ന, അതായത് കീറ്റോ ഗ്രൂപ്പ് ഉൾപ്പെടുന്ന കാർബണിന് നെയിം കിട്ടിയേക്കുന്നത് 2ാമത്തെ. അതുകൊണ്ട് 2ാമത്തെ പൊസിഷനിൽ ആരാ ഉള്ളത്? CO ഗ്രൂപ്പ് ഉണ്ട്. അതുകൊണ്ടാണ് പെൻറ്റാൻ 2ON എന്ന് വിളിച്ചത്. എല്ലാവർക്കും ക്ലിയർ ആണോ? യെസ്, അത്രയും കാര്യങ്ങൾ അവിടെ നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൂ ആ ഒരു ക്വസ്റ്റ്യനിൽ നിന്നിട്ട്. അപ്പം ഇപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയായിരുന്നു, ഈ CO ഗ്രൂപ്പ് എന്ന് പറയുന്നത് പെൻറ്റൈൻ ചെയിൻ തന്നെയാണ്. CO ഗ്രൂപ്പ് ഈ 3rd പൊസിഷനിലാണ് വന്നതെങ്കിൽ അതിന് പേരെങ്ങനെ വന്നേനെ? പെൻറ്റാൻ 2ON പകരം പെൻറ്റാൻ 3ON എന്ന് വന്നേനെ. സോ ഇവിടെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഈ പേര് മനസ്സിലാക്കി വെക്കുക എന്ന് പറഞ്ഞൊരു കാര്യമായിരുന്നു, ആൽക്കനോൺ. അപ്പോൾ എല്ലാവരും ആൽക്കനോൺ എന്ന പേര് ബൈഹാർട്ട് ചെയ്ത് വെക്കുക. സോ നമ്മൾ 3 പഠിച്ചു. നമ്മുടെ 4ാമത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് നമ്മൾ ക്ലിയർ ആക്കി. ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ തെറ്റരുത്. കാരണം കുറേ പേരുണ്ട്, ആൽക്കനോൾ, ആൽക്കനോയിക് ആസിഡ്, ആൽക്കനാല്, ആൽക്കനോണ്. ഇനി പഠിക്കാനുള്ളത് ഹാലോ ആൽക്കെയിൻസും ആൽക്കോക്സി ആൽക്കെയിനും. സോ നമുക്കിനി അടുത്ത ഡിസ്കസ് ചെയ്യാം. യെസ്, ഹാലോ ആൽക്കെയിൻസ്. സോ ഇവിടെ കിടപ്പുണ്ട് ഹാലോ ഗ്രൂപ്പ് ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്നത്. അടുത്തതിലോട്ട് പോയിക്കോട്ടെ. കീറ്റോ ഗ്രൂപ്പ് പറഞ്ഞത് ഓക്കെ അല്ലേ? കീറ്റോ ഗ്രൂപ്പ് പറഞ്ഞത് ക്ലിയർ അല്ലേ? കീറ്റോ ഗ്രൂപ്പ് കീറ്റോൺസിന് എങ്ങനെയാണ് പേരിടുന്നതെന്ന് വെച്ചാൽ ആൽക്കനോൺ എന്ന് പറഞ്ഞു പോകും. സോ നമ്മളിവിടെ പെൻറ്റാൻ 2ON നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ശരി, റെഡിയാണ്. നമുക്കിനി അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അടുത്ത ഹാലോ ഗ്രൂപ്പ്. ഹാലോ എന്ന് വെച്ചാൽ എന്താണ്? സോ നമുക്കറിയാം പീരിയോഡിക് ടേബിളിൽ 18 ഗ്രൂപ്പുകളുണ്ട്. സോ അതിനകത്ത് സെക്കൻഡ് ലാസ്റ്റ് ആയിട്ട് വരുന്ന ഗ്രൂപ്പാണ് ഹാലജൻസ് എന്ന് പറഞ്ഞ് വരുന്നത്. ഹാലജൻസ് എന്ന് പറയുമ്പോൾ പീരിയോഡിക് ടേബിൾ 17th ഗ്രൂപ്പാണ്. ഈ പറയുന്ന ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ തുടങ്ങിയ എലമെൻറ്റ്സ് ഒക്കെയാണ് ഈ ഹാലജൻസ് ആയിട്ട് വരുന്നത്. സോ ഹാലോ ഗ്രൂപ്പ് ഒരു ഹൈഡ്രോ കാർബണിൽ ഇൻസേർട്ട് ചെയ്താൽ അതിനെങ്ങനെ പേരിടും? സോ അതാണ് നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ അവരൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് പേരിടുന്നത്. സോ ഇവിടെ നോക്കുക, നമ്മൾ ടെക്സ്റ്റിൽ ഡയറക്റ്റ് ആ പേര് പറഞ്ഞിട്ടുണ്ടോ ഞാൻ ശ്രദ്ധിച്ചില്ല, കണ്ടിട്ടുണ്ടായില്ല. സോ ഇതിൻ്റെ IUPAC നെയിം എന്ന് പറയുന്നത് ഹാലോ ആൽക്കെയിൻ എന്നാണ്. എന്താ? ഹാലോ ആൽക്കെയിൻ എന്നാണ് ഇതിന് പേരിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ക്ലോറിൻ ആണ് ഹാലജനായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ക്ലോറിൻ ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്തുകൊണ്ട് ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? കാർബണിന് 1 നമ്പർ ഇട്ടു, അടുത്ത 2 നമ്പർ ഇട്ടു, 3 നമ്പർ ഇട്ടു. സോ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നിന്ന് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഒന്നും അറിയാത്തൊരു വിദ്യാർത്ഥി എന്ന നിലയിൽ നമുക്ക് നമ്പർ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഇതാണ്. പിന്നെ അറിയാവുന്ന ഒരു ടേം ഹാലോ ആൽക്കെയിൻ എന്നുള്ളൊരു പേരാണ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം ഹാലോ ആൽക്കെയിൻ എങ്ങനെയാണ് പേരിടുന്നത്. അപ്പം ക്ലോറിൻ ആണ് ഹാലജനായിട്ടുള്ളത്. സോ നമുക്ക് ഹാലോ, ആ ഹാലജന് വരെ ആര് വരും? ക്ലോറിൻ അല്ലേ. ക്ലോറോ, ഹാലോ, ക്ലോറോ. യെസ്, ഹാലോ ആൽക്കെയിൻ. ഇനി എത്ര കാർബൺ ഉണ്ട്? മെത്ത്, എത്, പ്രൊപ്പ് അല്ലേ. അപ്പോൾ ക്ലോറോ പ്രൊപ്പേൻ. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ഇട്ട് തരട്ടെ. CH3 കുറച്ചുകൂടെ സൈഡിലേക്ക് എഴുതി തരാം. അപ്പോൾ ഇതിൻ്റെ പേര് മനസ്സിലായല്ലോ, ക്ലോറോപ്രൊപ്പൈൻ മനസ്സിലായല്ലോ. ഞാൻ വേറൊരു കോമ്പൗണ്ട് എഴുതി തരാം ഇനി അടുത്തതായിട്ട്. ക്ലോറോപ്രൊപ്പൈൻ എഴുതിയേക്കുന്ന മായ്ക്കാണേ. സോ ഇനി നമുക്ക് അടുത്ത വേറൊരു കോമ്പൗണ്ട് ഞാനിവിടെ എക്സാമ്പിൾ എഴുതി കാണിച്ചു തരാം. CH3 CH2 Cl. ക്ലോറിൻ വേണ്ട, ബ്രോമിൻ ആക്കാം. CH3 CH2 Br വരും. ബ്രോമിൻ അല്ലേ, അപ്പോൾ ബ്രോമോ. അപ്പോൾ നമ്പർ ഇടുന്ന 1 2 അല്ലേ. അപ്പോൾ എന്ത് പറ്റും? ബ്രോമോ മെത്ത് ഏത്? ബ്രോമോ ഈത്തേൻ. ഹാലോ ആൽക്കെയിൻ, ബ്രോമോ ഈത്തേൻ അല്ലേ. നേരത്തെ പഠിച്ച കോമ്പൗണ്ടിൻ്റെ പേര് മറന്നുപോയോ? ഇതിൻ്റെ പേരെന്താ? ക്ലോറോ മെത്ത് ഏത്? ക്ലോറോപ്രൊപ്പൈൻ. സോ ക്ലിയർ ആണ്, വളരെ സിമ്പിളാണ്. നമ്മൾ ഈ കോമ്പൗണ്ട്സ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് ആക്ച്വലി അതിൻ്റെ IUPAC നെയിം ഒരു കോമൺ ആയിട്ടുള്ള ഹാലോ ആൽക്കെയിൻ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പഠിച്ച കീറ്റോ ഗ്രൂപ്പിൻ്റെ ആൽക്കനോൺ അതൊക്കെ പഠിച്ചു വെച്ചാൽ ദിസ് ഇസ് വെരി വെരി സിമ്പിൾ. വെറും 6 പേര് പഠിച്ചാൽ മതി. അതിൽ 5 എണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ വി മൂവ്സ് ടു ദി നെക്സ്റ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്. പിന്നെ ഓരോ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്താണെന്നുകൂടെ അറിഞ്ഞിരിക്കണം. ഫോർ എക്സാമ്പിൾ ഹാലജൻ അറ്റാച്ച് ചെയ്തു ഒരു ഹൈഡ്രോ കാർബണിൽ, അപ്പോഴാണ്
ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ. അപ്പോഴാണ് അത് ഹാലോ ആൽക്കെൻസ് ആയിട്ട് മാറുന്നത്. ഹാലോ ഗ്രൂപ്പ് എന്നാണ് അതിന് പറയുന്നത്. കീറ്റോ ഗ്രൂപ്പിൻ്റെ ഓൾറെഡി പഠിച്ചു വെച്ചല്ലോ അല്ലേ, കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ്. ഒന്ന് വായിച്ച് എന്നിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോവാം. കീറ്റോ കോമ്പൗണ്ട്സ് അല്ലെ കീറ്റോ ഗ്രൂപ്പ്. കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ്, വായിച്ചേ, കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് CO ഫങ്ഷണൽ ഗ്രൂപ്പ്. യെസ്, ക്ലിയർ ആണ്. CO കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് CO ഫങ്ഷണൽ ഗ്രൂപ്പ്. സോ വി മൂവ്സ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആൽക്കോക്സി ഗ്രൂപ്പ്. OR ROR എന്നാണ് മെയിനായിട്ട് ഇവരെ പറയുന്നത്. ROR. സോ എന്താവട്ടെ, OR. ഈ R ഗ്രൂപ്പ് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ളൂ. R ഗ്രൂപ്പ് എന്താ? ഇപ്പോൾ CH2 ഗ്രൂപ്പിനെ R ഗ്രൂപ്പ് എന്ന് വിളിക്കാം. CH2 CH3 അങ്ങനെയുള്ള ഹൈഡ്രോ കാർബൺസ് ആയിരിക്കും മെയിനായിട്ട് ഈ R ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം അടുത്ത ഇവരറിയപ്പെടുന്നത് ROR ഡാഷ് എന്നൊക്കെ അറിയപ്പെടുന്നവർ ശരിക്കും അറിയപ്പെടുന്നത് ഈതർ എന്നാണ്. അപ്പം ഈ OR ഗ്രൂപ്പ് വരികയാണെങ്കിൽ അവരെ എന്ത് വിളിക്കും? ഈതറുകൾ എന്ന് വിളിക്കും. സോ ഈതറുകളുടെ നമ്മുടെ IUPAC നെയിം എന്ന് പറയുന്നത് ആൽക്കോക്സി ആൽക്കെയിൻ എന്ന് പറഞ്ഞിട്ടൊരു പേരാണ്. എന്താ? ആൽക്കോക്സി ആൽക്കെയിൻ. അപ്പം 3 പേരുകൾ അതിൽ വരുന്നുണ്ട്. അതാണ് ഫസ്റ്റ് അതിൽ ശ്രദ്ധിക്കേണ്ടത്. ആൽക്കോക്സി ആൽക്കെയിനിൽ പ്രധാനമായിട്ടും വരുന്ന ഒരു 3 ടേം എന്ന് പറയുന്നത് എന്തൊക്കെയാ? ആൽക്കോക്സി, ആൽക്ക് വരുന്നുണ്ട്, OXY വരുന്നുണ്ട്. ഈ OXY ആണ് ഈ പറയുന്ന ഓക്സിജൻ എന്ന് പറഞ്ഞ സാധനം. പിന്നെ ആൽക്കെയിൻ വരുന്നുണ്ട്. അങ്ങനെ 3 ടേമാണ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് സുഖമായിട്ട് പേരിട്ട് കൊടുക്കാമല്ലോ ഈ കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിന് പേരിടുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് O ആണ് നടുക്കിരിക്കുന്നത്, ഓക്സിജൻ. ഓക്സിജൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട് അല്ലേ. ഇവിടെ റൈറ്റ് സൈഡിൽ വലിയൊരു ഗ്രൂപ്പ് ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ ചെറിയൊരു ഗ്രൂപ്പ് ഉണ്ട്. CH3 ആണ് ചെറുത്. CH2 CH3 എന്ന് പറയുന്നത് ഇവിടെ വലിയ ഗ്രൂപ്പാണ് വലത് സൈഡിൽ ഇരിക്കുന്നത്. സോ ചെറിയ ഗ്രൂപ്പും ഓയും കൂടെ ചേർത്തിട്ടാണ് ആദ്യം ഈ പേര് പോകുന്നത്. സോ അങ്ങനെ ഓർത്ത് വെക്കുക. ഇപ്പോൾ ഇവിടെ CH3O എന്ന് പറഞ്ഞു വന്നല്ലോ. അപ്പോൾ എന്ത് പറയും? CH3 എന്ന് പറഞ്ഞാൽ എന്താ? ആൽക്കോക്സിയുടെ ആ സെഷനാണ്. അപ്പം മെത്തോക്സി എന്ന് പറയാമല്ലോ. മെത്തല്ലേ CH3 ഒരു കാർബൺ എന്ന് പറഞ്ഞാൽ മെത്തെന്നല്ലേ നമ്മുടെ വേർഡ് റൂട്ടിൽ പഠിച്ച് വെച്ചേക്കുന്നത്. അപ്പം നമുക്ക് പറയാം മെത്ത് ഓക്സി പിന്നുള്ള 2 കാർബൺ അല്ലേ, CH2 CH3 1 2 അല്ലേ. അപ്പോൾ 2 വരുമ്പോഴത്തേക്ക് അതിൻ്റെ പേരെങ്ങനെ വരും? ആൽക്കോക്സി ആൽക്കെയിൻ, മെത്തോക്സി ഈതെയിൻ. ക്ലിയർ അല്ലേ? യെസ് ക്ലിയർ ആണ്. ഇവിടെ ഇത്രയൊക്കെ ഉള്ളൂ. ഇത് മെത്തോക്സി ഈതെയിൻ. സോ നമ്മളത് പഠിച്ചു കഴിഞ്ഞു. സോ നമ്മുടെ 6 ഫങ്ഷണൽ ഗ്രൂപ്പും ക്ലിയറായി. നിങ്ങളുടെ കയ്യിൽ ഒരു ബുക്കോ പെൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് നോക്കുക. ഞാനീ പറയുന്നത് നമ്മൾ നിലവിൽ 6 ഫങ്ഷണൽ ഗ്രൂപ്പുകളെ കുറിച്ചിട്ട് അവിടെ ഡിസ്കസ് ചെയ്തത്. അതിൽ OH വരികയാണെങ്കിൽ ആൽക്കനോൾ എന്ന് വിളിച്ചു. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അത് മാത്രം സെപ്പറേറ്റ് ആയിട്ട്. OH വരുവാണെങ്കിൽ ആൽക്കനോൾ എന്നാണ് അത് IUPAC നെയിം. IUPAC നെയിം തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ്. അത് COOH ആസിഡ് ഗ്രൂപ്പ് വന്നാൽ ആൽക്കനോയിക് ആസിഡ് എന്നാണ്. അത് CHO വന്നാൽ ആൽക്കനാൽ എന്നാണ്. സോ ദെൻ C ഡബിൾ ബോണ്ടോ വന്നാൽ കീറ്റോൺസ് ആണ്, ആൽക്കനോൺ എന്ന് വിളിക്കും. സോ RX അല്ലെങ്കിൽ ഹാലോ ആൽക്കെയിൻസ് അല്ലേ, ക്ലോറിനോ ബ്രോമിനൊക്കെ വരുന്നത് ഹാലോ ആൽക്കെയിൻസ് എന്ന് വിളിക്കും. പിന്നെ ലാസ്റ്റ് പഠിച്ചത് ROR അല്ലെങ്കിൽ OR എന്ന് പറഞ്ഞ ഗ്രൂപ്പ് വരുന്നു, ആൽക്കോക്സി ആൽക്കെയിൻ എന്ന് വിളിക്കും. സോ 6 ടേം എന്തൊക്കെയാണെന്ന് പറഞ്ഞ് നോക്കിയേ. ആൽക്കനോള്, ആൽക്കനോയിക് ആസിഡ്, ആൽക്കനാല്, ആൽക്കനോണ്, ഹാലോ ആൽക്കെയിൻ, ആൽക്കോക്സി ആൽക്കെയിൻ. ഇത്രയും പേരുകൾ പഠിച്ചിരുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന കോമ്പൗണ്ടുകൾക്ക് പേരിടാൻ വളരെ സിമ്പിളാണ്. പിന്നെ നമ്മൾ ബേസിക് ആയിട്ട് നോക്കുക ഈ പറയുന്ന കാർബൺ നമ്പർ ഇടുന്നതും ബാക്കി കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്താൽ മതിയോടോ. സോ ദിസ് ഈസ് വെരി സിമ്പിൾ ടോപ്പിക്കാണ്, പവർഫുൾ ടോപ്പിക്കാണ്. മാർക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ല. പിന്നെ ഓർഗാനിക് കെമിസ്ട്രിയുടെ ചാപ്റ്റർ ആയതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എന്താ, എഴുതി പഠിക്കണം. എഴുതി പഠിച്ചാൽ നമ്മളിതൊന്നും മറന്നു പോകത്തില്ല. സിമ്പിളാണ്. ദിസ് ഈസ് വെരി സിമ്പിൾ. അല്ലെങ്കിൽ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അത് ഞാൻ അങ്ങനെ പറഞ്ഞതല്ല, അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ചുമ്മാ പറഞ്ഞതല്ല, അല്ലെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രി മറന്നു. സോ അടുത്ത ആരോമാറ്റിക് കോമ്പൗണ്ടുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. സോ നമ്മുടെ സെക്ഷൻ കഴിഞ്ഞു. അടുത്ത ആരോമാറ്റിക് കോമ്പൗണ്ട്. എന്താണ് ആരോമാറ്റിക് കോമ്പൗണ്ട്? വലിയ ക്ലാസ്സുകളിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഒക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. 4n+2 ഇലക്ട്രോൺസ് വരുന്ന കോമ്പൗണ്ട്സ് ആണ് ആരോമാറ്റിക് എന്നൊക്കെ നമ്മുടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഹക്കൽസ് റൂൾ ഓഫ് ആരോമാറ്റിസിറ്റി ഒക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സോ നമുക്ക് അത്രയും ഡെപ്തിൽ പഠിക്കാൻ വേണ്ടിയിട്ടില്ല. ഇപ്പോൾ നമുക്ക് ബെൻസീനെ ഓൾറെഡി അറിയാവുന്നതാണ്. നമുക്ക് ബെൻസീനിലേക്ക് പോവാം. നമുക്ക് ബെൻസീനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ് ബെൻസീനിൻ്റെ സ്ട്രക്ചർ. കെക്കുലെ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ് ബെൻസീൻ ഡിസ്കവർ ചെയ്തത്. ബെൻസീൻ എന്ന് പറയുന്നത് ഓർഗാനിക് കെമിസ്ട്രിയിൽ ഭയങ്കര പ്രാധാന്യം അർഹിക്കുന്ന ഒരു കോമ്പൗണ്ടാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ ബെൻസീനെ കുറിച്ചിട്ട് അതിൻ്റെ സ്ട്രക്ചർ എഴുതി വെച്ചിട്ടുള്ളത്. ബെൻസീൻ കൂടാതെ ഇപ്പോൾ ബെൻസീൻ്റെ സ്ട്രക്ചർ പഠിച്ചല്ലോ. ഇങ്ങനെ എഴുതുന്നത് ബെൻസീൻ ഇങ്ങനെ എഴുതുന്നത് 6 കാർബൺ ഉണ്ട്. സോറി, എൻ്റെ ബെൻസീൻ വരച്ച തെറ്റിപ്പോയി, ഒന്നുകൂടെ വരച്ചു തരാം. സോ ഇങ്ങനെ ബെൻസീൻ വരയ്ക്കുന്നത് ഇങ്ങനൊരു വര, ഇങ്ങനൊരു വര, ഇങ്ങനൊരു വര, ഇങ്ങനൊരു വര, ഒരു വര, ഇങ്ങനൊരു വര. സോ 6 ഉണ്ട് അല്ലേ, പിന്നെ തെറ്റിപ്പോയി. യെസ്, സാരമില്ല, പോട്ടെ. സോ നല്ല രീതിയിൽ വരയ്ക്കണം കേട്ടോ. ബെൻസീൻ വരയ്ക്കണം. അത് ബെൻസീൻ വരയ്ക്കുന്നത് ആക്ച്വലി
നല്ലൊരു ക്വാളിറ്റിയാണ്. മാർക്കൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കണ്ടോ, അവിടെ ഒരെണ്ണം ഇങ്ങനെ ഒരു ലൈൻ വന്നു, പിന്നെ ഇവിടെ ലൈൻ ഇട്ടില്ല, പിന്നെ അടുത്ത് ഇങ്ങനെ വന്നു, പിന്നെ അടുത്തത് ഈ ലൈൻ ഇട്ടില്ല, അടുത്ത് ഇങ്ങനെ വന്നു. ഈ 3 ലൈനിൽ 3 ഡബിൾ ബോണ്ട് എന്നാ കേട്ടോ. അയ്യോ ഇവിടെ കൂടി ചേരരുത് കേട്ടോ, ഇവിടെ കൂടി ചേരാൻ പാടില്ല. അയ്യോ എല്ലാം മാഞ്ഞു പോയാ, സോറി. ഇങ്ങനെ യെസ്, ബെൻസീൻ വരയ്ക്കാൻ പഠിക്കുക എന്നുള്ളത് നല്ലൊരു ആർട്ടാണ്. ഇവിടെ ഞാൻ ബോണ്ട് കൊടുത്തേക്ക് അടുത്തേക്ക് കൊടുക്കണ്ട, പിന്നെ അടുത്തതിൽ ബോണ്ട് കൊടുത്തു, അടുത്തേക്ക് കൊടുക്കേണ്ട, അടുത്തേക്ക് ബോണ്ട് വന്നു. സോ അൾട്ടർനേറ്റ് ആയിട്ട് ഡബിൾ ബോണ്ട് വരുന്ന സിസ്റ്റമാണ് ബെൻസീനിലുള്ളത്. സോ അതിവിടെ ഈ ഒരു ഫിഗറിൽ കറക്റ്റായിട്ട് വരച്ച് കൊടുത്തിട്ടുമുണ്ട്. സോ അങ്ങനെ നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട് ഈ ഒരു സംഭവം. ഇനി ആരോമാറ്റിക് കോമ്പൗണ്ടിൽ ബെൻസീൻ അല്ലാണ്ട് നിങ്ങൾ പഠിക്കേണ്ട അടുത്ത 2 ആൾക്കാരുണ്ട്, ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. സോറി, എനിക്ക് നല്ല തുമ്മലുണ്ട് കേട്ടോ, അതാണ് ഞാൻ ഇടയ്ക്ക് വെച്ചൊരു ഇൻ്റർവെൽ തന്നത്. അടുത്ത ഫീനോൾ എന്താണെന്ന് വെച്ചാൽ ഈ ബെൻസീൻ എന്ന് പറഞ്ഞ ആൾ തന്നെ, ബെൻസീൻ എന്ന് പറഞ്ഞ ആളിൽ മുകളിൽ എന്ത് വരും, OH വരും. അതിന് പറയുന്ന പേരാ ഫീനോൾ. ക്ലിയർ? ഇനി ബെൻസോയിക് ആസിഡ് എന്താണ്? ബെൻസോയിക് ആസിഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ OHന് പകരം അവിടെ COOH വരും. ആസിഡ് അല്ല, ബെൻസോയിക് ആസിഡ്. സോ നമ്മളിങ്ങനെ വരയ്ക്കുന്നു, COOH. സോ ഇതാണ് ബെൻസോയിക് ആസിഡ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കുക. ആരോമാറ്റിക് കോമ്പൗണ്ടുകൾ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഓഫ് കോമ്പൗണ്ട് എവിടെയുണ്ട്, ഓർഗാനിക് കെമിസ്ട്രിയിലുണ്ട്. സോ അവരെക്കുറിച്ച് അറിഞ്ഞിരിക്കുക. സോ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ് നമ്മൾ അടുത്ത ഐസോമർസ്. സോ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. സോ ഒന്നുകൂടെ പറയുന്നു, എന്തൊക്കെയാണോ നമ്മൾ ഡിസ്കസ് ചെയ്തത്? നമ്മൾ 6 ഫങ്ഷണൽ ഗ്രൂപ്പുകളെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത്. ആ 6 ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ IUPAC നെയിം സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കോമ്പൗണ്ട് സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഈ ആൽഡിഹൈഡും കീറ്റോൺസും ഒക്കെ എഴുന്നിട്ട് തിരിഞ്ഞു പോരുത്. അതുപോലെ ഒരു കാര്യം തന്നെ, ഇപ്പോൾ COOH പറഞ്ഞല്ലോ, നമ്മൾ COOHൻ്റെ കാര്യം ഡിസ്കസ് ചെയ്തതാണല്ലോ. C ഡബിൾ ബോണ്ടോ സിംഗിൾ ബോണ്ട് OH എന്നാ. അപ്പോൾ ഇത് ഒരു കാര്യം എനിക്ക് ആദ്യം പറയാനുള്ളത്, ഈ ക്ലാസ് കാണുമ്പോൾ ആദ്യത്തെ ക്ലാസ് മുതൽ കണ്ടുവരിക, കണ്ടിന്യൂവേഷൻ ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ COOH, അപ്പം COOH എന്ന് പറഞ്ഞാൽ ആസിഡ് ഗ്രൂപ്പിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നാൽ നമുക്കൊരു ഡൗട്ട് ഉണ്ടാകും. C ഡബിൾ ബോണ്ടോ കണ്ടിട്ട് ഇതിനി കീറ്റോൺ ആണോ, ഇനി OH കണ്ടിട്ട് തോന്നും ഇതൊരു ആൽക്കഹോൾ ഗ്രൂപ്പാണോ. സോ അപ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ നിന്നുള്ള എല്ലാം പോയി. അതുകൊണ്ട് തന്നെ കുറച്ച് ടോപ്പിക്ക് പഠിച്ചിട്ട് ബാക്കി ടോപ്പിക്ക് ഒഴിവാക്കരുത്. A to Z എല്ലാം ഈ ചാപ്റ്ററിൽ പഠിക്കണം. ഞാൻ വളരെ ചെറിയ രീതിയിലാണ് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്ത് വരുന്നത്. സോ അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഫ്രീ ആയിട്ട് നമ്മൾ ഇത്തരത്തിൽ യൂട്യൂബിൽ ക്ലാസ്സുകൾ പക്ക മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ നിങ്ങളുടെ ബാക്കിയുള്ള കൂട്ടുകാരിലേക്ക് എത്തിക്കണം. ഞങ്ങളോട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സഹകരണം, ഒരു സപ്പോർട്ടാണത് അല്ലേ, ഒരു സപ്പോർട്ടാണത്. അപ്പോൾ ആ സപ്പോർട്ട് നിങ്ങൾ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇത് മാക്സിമം അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ ചാപ്റ്ററിലെ 3ാമത്തെ ടോപ്പിക്കുമായിട്ട് വരും. 3ാമത്തെ ടോപ്പിക്ക് ഇവിടെ കിടപ്പുണ്ട്, ഐസോമർസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ഐസോമർസ് കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ഗൈസ്.